ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയാട്ടോ. രാവിലെ തൊട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ എണീച്ച പടന്നതേ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയെങ്ങാനായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണനെ എഴുത്തിനിരുത്താൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേ നാളായി ഞാൻ ഈ ഒരു ചുരിദാർ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4-5 വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തും മാറ്റൂലേന്ന്. ഞാൻ പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെയാണ് ഇപ്പോഴും. ഡെലിവറിയുടെ ആ സമയത്ത് കുറച്ച് രീതിയിൽ തടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടെല്ലാം പഴയതുപോലെ തന്നെ ആയി കേട്ടോ. അങ്ങനത്തെ കണ്ണന് ഞാൻ ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായത്. പിന്നെ മുണ്ടൊക്കെ ഉടുപ്പിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. മുണ്ടുടുക്കുമ്പോൾ ആൾ ഭയങ്കര വാശിയിലായിരുന്നു. ഞാൻ മുണ്ടുടുക്കില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു. അങ്ങനെ മുണ്ട് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഉടുപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എഴുത്തിനെത്തുന്നത് മല്ലത്താട്ടോ. അങ്ങനെ മല്ലത്തെത്തി പാർക്കിംഗ് ഏരിയയിലാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. കുറേ വണ്ടിയൊക്കെ കാണാം കേട്ടോ. പിന്നെ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ചളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പം മഴക്കാലമായ ഇവിടെ നല്ല രീതിയിൽ ചളിയൊക്കെ നിൽക്കും. അപ്പോൾ ആ ചളി ചവിട്ടിയിട്ട് വേണം നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പോകാൻ കേട്ടോ. അതിൻ്റെ സൈഡ് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ നമ്മളോട് എന്തായാലും തട്ടാൻ പറയുമല്ലോ. അപ്പോൾ ഈ ചളിയിൽ കുറച്ച് റിസ്ക്കുള്ള ഒരു പരിപാടിയാണ് നടന്നിട്ട് വരാൻ. അങ്ങനെ അമ്പലത്തിലെ ഫ്രണ്ടിലൊരു നല്ല കുളമുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അതിൽ കുറേ പേര് കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കോയിൻസൊക്കെ ഇടുന്നത്? ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇട്ടാൽ അത് മീനൊക്കെ കഴിക്കുമല്ലോ. അത് ഓരോരാളുടെ വിശ്വാസമാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അമ്പലത്തിനുള്ളിലെത്തി. ആദ്യം എത്തിയപ്പാട് തന്നെ നമ്മൾ ടോക്കൺ എടുത്തോട്ടോ. നമ്മൾ വിദ്യാരംഭത്തിനാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ടോക്കൺ എടുത്തിട്ട് അമ്പലത്തിനുള്ളിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിദ്യാരംഭം നടക്കുന്ന സ്ഥലത്തെത്തി. എന്നിട്ട് ടോക്കൺ കൊടുത്തിട്ട് അവിടെ ഒരാൾ നമ്മളെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഒരു സ്വാമിയുടെ മടിയിലാണ് കണ്ണനെ എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ ആദ്യം ആൾ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ആൾ മുണ്ടുടുക്കില്ല എന്നൊരു വാശിയിലായിരുന്നു. അങ്ങനെ ആളുടെ വാശി പോലെ സഹായിച്ചു കേട്ടോ. ആൾ മുണ്ടുടുത്തില്ല. പിന്നെ ഷർട്ട് വേണം, ഷർട്ട് ഊരണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഷർട്ട് ഊരിപ്പിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം സ്വാമിയുടെ മടിയിലിരിക്കുമ്പോൾ കണ്ണൻ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഒന്ന് സെറ്റായി കേട്ടോ. ആൾ നല്ല രീതിയിൽ സഹകരിച്ചു. പിന്നെ അവരിങ്ങനെ പറയുമല്ലോ, പറഞ്ഞിട്ടാണ് എഴുതിപ്പിക്കുന്നത്. അതേ രീതിയിൽ കണ്ണൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടക്കയും വെറ്റിലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യം വിദ്യാരംഭത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ എടുത്ത നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്കനൊക്കെ നമ്മൾ എത്തിയതിന് ശേഷമാണ് എടുക്കേണ്ടതെന്ന് അവർ പറഞ്ഞു കേട്ടോ. പിന്നെ വെറ്റിലയും അടക്കയും ദക്ഷിണയായിട്ട് കൊണ്ടുവരണം. പിന്നെ കുഞ്ഞിന് മുണ്ട് ഉടുപ്പിക്കാൻ അത്രയും നല്ലതാണ് പറഞ്ഞു. പിന്നെ കണ്ണൻ നല്ല വാശിയായതുകൊണ്ടാണ് ആളെ മുണ്ടൊന്നും ഉടുപ്പിക്കാതിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ വെറ്റില അടയ്ക്കും പിന്നെ മുണ്ടൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ വിൽക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ആരും കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡിന് ക്യൂ നിന്നിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. ഒരു ബൊഫേ പോലെയാണ് നമ്മൾ മേടിക്കുന്നത്. അങ്ങനെ ഞാനും കണ്ണനും ഒരേ പാത്രത്തിൽ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണന് വേറെ തന്നെ പാത്രം കൊടുത്ത ആൾ കഴിക്കില്ല കേട്ടോ. ആൾ അത് അങ്ങനെ ബാക്കി വെക്കും. പിന്നെ ഞാൻ ഭക്ഷണമല്ലേ അത് വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരേ പാത്രത്തിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലെ ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അല്ലേ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ പൂജയ്ക്ക് വേണ്ടി കുറച്ച് ടൈം ഇരുന്നു കേട്ടോ. പൂജ ഏകദേശം 12:30-12 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ അവിടെ പുലിക്കളി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പുലിയുടെ വേഷമൊക്കെ കെട്ടിയിട്ടുള്ള കുറേ പേരിങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ കണ്ണൻ നല്ല പേടിയാണ് കേട്ടോ. കണ്ണൻ ചെറിയ പേടിയുണ്ട്, പിന്നെ കുറച്ച് ഒരു സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മളും പണ്ടൊക്കെ ഇങ്ങനെ പേടിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും ഓർമ്മയില്ല, അമ്മയൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചന്തയിലേക്ക് പോയി കേട്ടോ. ഒന്നും മേടിക്കാനല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപാര പോയതാണ്. പിന്നെ കണ്ണൻ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഹോമിൻ്റെ കിറ്റാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പാൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുടിച്ചു. പിന്നെ നമുക്ക് വിദ്യാരംഭത്തിന് ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കിട്ടി കേട്ടോ. രണ്ടൊരു നോട്ടീസല്ല, ഒരു ബുക്ക് പോലെ ഒരു സംഭവം കിട്ടി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു പ്രസാദം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ലോങ് വീഡിയോസ് എന്നൊക്കെ അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.